KPCC-ക്കൊക്കെ ഈ വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങൾക്കാണ് താല്പര്യം. അതിൽ ഏതാണ് പാലിച്ചതെന്നും ഏതാണ് പാലിക്കപ്പെടാതെ പോയെന്നൊക്കെ അറിയാവുന്നവരല്ലേ. നമുക്കടക്കം മനസ്സിലാവുന്നത് പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങ് പറഞ്ഞു ഇതിലെ പ്രധാനപ്പെട്ട നോംസായ നിരീക്ഷകനെ അടക്കം വരാതെയാണ് ഇവിടുത്തെ ഗ്രൂപ്പ് നേതാക്കളാണ് അത് തീരുമാനിച്ചത്. അത് തന്നെ അത് തെറ്റിക്കുന്നത് അത് ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഇപ്പൊ എനിക്കതൊന്നും പറയാൻ പറ്റുന്നില്ല. മത്സരത്തിന്റെ ആരംഭഘട്ടം മുതൽ ദീപ്തി മേരി വർഗീസ് ആയിരിക്കും കൊച്ചിയുടെ മേയർ എന്നുള്ള രീതിയിലായിരുന്നു വർത്തമാനങ്ങൾ ആകമാനം. ഒരു പക്ഷേ നിങ്ങൾ കരുതിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ചതായി തോന്നുന്നുണ്ടോ? എന്നെ അവഗണിച്ചിട്ടില്ലല്ലോ. എന്നെ പാർട്ടി വലിയൊരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ കൊച്ചി നഗരസഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ചാർജ് ഏറ്റെടുത്ത ദിവസം തന്നെ എന്നോട് മത്സരിക്കാൻ പറയുകയും അതിന് നേതൃത്വം കൊടുക്കാൻ പറയുകയും ചെയ്തു. ഞാനത് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. മത്സരിക്കാൻ വന്ന പുതിയ ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഞാൻ കൊടുത്തിട്ടുണ്ട്. KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും എൻ്റെ മുൻകാല പരിചയം വെച്ചും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിരവധി ആളുകളുടെ നേതൃത്വം ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നേതൃത്വവും തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഘടകം തന്നെയാണ്. എല്ലാവരുടെ നേതൃത്വം കാലം മുതൽ ഈ സമയം വരെ പാർട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു KPCC ജനറൽ സെക്രട്ടറി നിലവിൽ ഇപ്പോൾ ആയിട്ടുള്ള മേയർ, ഡെപ്യൂട്ടി മേയർ അവർക്ക് കീഴിൽ നിൽക്കാൻ താങ്കൾക്ക് മടിയൊന്നുമില്ല, അല്ലെങ്കിൽ കൗൺസിലറായി നിൽക്കാൻ താങ്കൾക്ക് പ്രശ്നമില്ല? ഒരു പ്രശ്നവുമില്ല. അതിന്റെ ആവശ്യമില്ല. അവരൊക്കെ എൻ്റെ സഹപ്രവർത്തകരാണ് എന്ന് മാത്രമല്ല, ഞാനിരിക്കുന്നത് പാർട്ടിയുടെ ഒരു ഉന്നത സമിതിയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായത് മറ്റൊരാളായിരുന്നല്ലോ. ഞാൻ അന്നും KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് കൗൺസിലിൽ ഇരിക്കുകയായിരുന്നു. എനിക്ക് തന്നിരിക്കുന്നത് കൗൺസിലിൽ ഇരിക്കാനാണ് ഈ പാർട്ടി തന്നിരിക്കുന്ന അവസരം. ഞാനത് പരമാവധി വിനിയോഗിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഇനി ഭരണപക്ഷത്തിരിക്കുമ്പോഴും എനിക്ക് കഴിയുന്ന എൻ്റെ എക്സ്പീരിയൻസ് വന്ന ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് മേയർക്കുൾപ്പെടെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഒരു പരിഭവമില്ല. എനിക്ക് വലിയ പിന്തുണ, വലിയ ജനപിന്തുണ, പാർട്ടി പ്രവർത്തകരിൽ നിന്ന് വലിയ പിന്തുണ ഈ കഴിഞ്ഞ ഒരു മാസം ഇലക്ഷൻ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടി. അത് ഞാൻ ആരോടും പറഞ്ഞിട്ടല്ല, എനിക്ക് കിട്ടിയ വലിയ പിന്തുണയാണ്. ആ പിന്തുണയാണ് എൻ്റെ ശക്തി. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയം പോലും മറന്ന് വലിയ പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് ഈ പാർട്ടിക്ക് നൽകുന്ന പിന്തുണയാണ്, ദീപ്തി എന്ന വ്യക്തിക്കല്ല. ദീപ്തി എന്ന KPCC ജനറൽ സെക്രട്ടറിക്ക്, കോൺഗ്രസ്സുകാർക്ക് കിട്ടിയ പിന്തുണയാണ്. ആ പിന്തുണയാണ് എൻ്റെ ശക്തി ഇനി മുമ്പോട്ടുള്ളത്. എനിക്ക് വീഴ്ച എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. ഒരു മേയർ ആകുന്നതോ മറ്റെന്തെങ്കിലും പാർലമെന്ററി രംഗത്ത് മത്സരിക്കുന്നതോ ഒന്നും ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പാർട്ടി പ്രവർത്തകയാണ്. ഞാൻ ആ പാർട്ടി പ്രവർത്തനവുമായിട്ട് അതിശക്തമായി മുമ്പോട്ട് പോകും. ആരോടും എനിക്ക് പരിഭവമില്ല. കൊച്ചിയിൽ ഇത് രണ്ടാം തവണയാണ്. മുമ്പ് വേണുഗോപാലിനും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ടോണി ചമ്പിളി മേയറായി, അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് മേയറാകുന്നു എന്ന് പറയുന്നു. അവസാന ഘട്ടത്തിൽ ദീപ്തി മാറി മിനിമോൾ വരുന്നു. ഇതൊക്കെ അത് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. അതും ഇതും തമ്മിലൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തെങ്കിലും അതിൽ തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേതൃത്വം ആലോചിക്കട്ടെ. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ തെറ്റുകൾ എപ്പോഴും നമ്മൾ തിരുത്തണം. പാർട്ടിക്ക് ഏതെങ്കിലും തീരുമാനമെടുക്കുന്നതിൽ അല്പമെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൂടി ആലോചിച്ച് വേണം ആ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് വിശകലനം ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1-2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ആ 2-3 കാര്യം, 1-2-3 കാര്യങ്ങൾ അത് എന്തുകൊണ്ട് പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് നേതൃത്വം ആലോചിക്കേണ്ട കാര്യമാണ്. അത് ആലോചിച്ച് ഒരു കൂടിയാലോചനയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാർട്ടിയിൽ എല്ലാ കാലത്തും ഉണ്ടെന്ന് ഞങ്ങളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം കൊണ്ടാണോ ഇത് സംഭവിച്ചത് എന്നൊക്കെയുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ അറിയില്ല അതിനെപ്പറ്റി. ഇല്ല, എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. അത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടിയിരുന്നത്. അതൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നീട് വന്ന ഈ കോർ കമ്മിറ്റിയിലായിരുന്നു തീരുമാനം വരേണ്ടിയിരുന്നത്. കോർ കമ്മിറ്റി വിളിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. താങ്കൾ തന്നെ താങ്കളുടെ വാക്കുകൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. നീതിപൂർവമായിട്ടുള്ള തീരുമാനം വൈകിട്ടുണ്ടാകുമെന്നാണ് താങ്കൾ പറഞ്ഞത്. ആ നീതിപൂർവമായിട്ടുള്ള തീരുമാനമാണോ ഇപ്പോൾ ഉണ്ടായത്? പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പമായിരിക്കും ഞാൻ. അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്കത് പറയാൻ പറ്റില്ലല്ലോ.
ഇത് ഒന്ന് നിങ്ങൾ ഈ ജില്ലയിലെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരാൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, എല്ലാം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ തീരുമാനത്തിനൊപ്പം ആയിരിക്കും. അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട പ്ലാറ്റ്ഫോമിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇങ്ങനൊരു ക്ലൈമാക്സ് പേര് വെട്ടിമാറ്റിയതാണ്. മത്സരത്തിന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചിരുന്നോ ഇങ്ങനൊരു ക്ലൈമാക്സ് ആയിരിക്കും ഉണ്ടാകുക എന്ന്? മത്സരത്തിന് ഇറങ്ങി ഞാൻ ക്ലൈമാക്സിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഒറ്റ ലക്ഷ്യമേ മുമ്പിലുണ്ടായിരുന്നുള്ളൂ, ഈ കൊച്ചി നഗരസഭ LDFന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുക. അത് തിരിച്ചു പിടിച്ചു. അതിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് അത് പാർട്ടിക്ക് എനിക്ക് നൽകാവുന്ന സംഭാവന ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തു. ദീപ്തി എന്നുള്ള പേര് വെട്ടിമാറ്റിയതാണ്. അങ്ങനെ ദീപ്തി എന്ന് തന്നെ ഇപ്പോഴും പേര്. എനിക്കറിയില്ല, അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്ത ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരോടാ ചോദിക്കണ്ടേ. എനിക്കറിയില്ല, ഞാൻ വെട്ടിമാറ്റുമെന്ന് എനിക്കറിയില്ല. അത് ആര് വെട്ടിമാറ്റിയേ? അല്ല സൈൻ, ആരാ വെട്ടിമാറ്റിയേ? എനിക്കറിയില്ല. എന്നോട് പ്രവർത്തകർ, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ വരുമ്പോഴേ ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം വന്നു എന്നുള്ളത്. അത് അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ ആ പറയുന്ന ആളുകളോട് ചോദിക്കണം. ബാക്കിയെല്ലാം നാളെ പറയും. പരാതിയും പരിഭവവുമില്ല, പാർട്ടിയാണ് വലുത് എന്ന് ദീപ്തി മേരി വർഗീസ് പറയുകയാണ്. പക്ഷേ പരിഭവമുണ്ട് എന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെ ചില ഒളിയമ്പുകളുമുണ്ട്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് പാർട്ടിയാണ് എന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നു ദീപ്തി മേരി വർഗീസ്. എന്തായാലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്, ഞാനും അറിഞ്ഞു തന്നെയാണ് ഈ നടപടികളൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ തീരുമാനിച്ച ആളുകൾ അത് നേതൃത്വം തന്നെ ആലോചിക്കണമെന്ന് പറയുമ്പോൾ ചില പരിഭവം ഉണ്ട് എന്ന് തന്നെയാണ് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. നമ്മൾ